ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ തംബ്ലൈൻ കണ്ടതുപോലെ ഇന്ന് എങ്ങനെയാണ് നമുക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം, നമ്മൾക്ക് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഗുണം ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് വ്യൂവേഴ്സിനെ കൂട്ടാം, ഒന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം. നമ്മൾ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരെ ബെൽ ബട്ടൺ അടിച്ച് വെക്കാൻ വേണ്ടി മറക്കല്ല കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക കേട്ടോ. www.com യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കണ്ട. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കിടക്കണേ. ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എൻഡ് ചെയ്തിട്ടേക്കുന്നതിനകത്ത് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയും. അപ്പം ലോഗിൻ വരും. ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വരും. നമുക്ക് പിന്നെ സ്റ്റുഡിയോയിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വീഡിയോസ് എടുക്കുക. അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസ് നമ്മൾ ഓപ്പൺ ആക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഞാനിപ്പം ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെയാണ്, എൻ്റെ മോണിയായ ചാനലായതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീൻ സിഗ്നലായിട്ട് കാണുന്നത്, ഗ്രീൻ ഓൺ എന്ന് പറഞ്ഞ് കാണുന്നത്. മോണിയാവാത്ത ചാനലുകൾക്ക് അങ്ങനെ ഓൺ ആവത്തില്ല. അപ്പം നിങ്ങൾക്ക് വേഗം വ്യൂവേഴ്സിനെ കൂട്ടാനും മോണിയാക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേഗം അത് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും. അപ്പം നമ്മൾ എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ചാനൽ എടുക്കുക. ചാനൽ എടുത്ത ശേഷം ഗൂഗിൾ ക്രോമിൽ ചെന്നിട്ട് വേണം എടുക്കാൻ. ഗൂഗിൾ ക്രോം എടുത്തിട്ടുണ്ട്. യൂട്യൂബ് ഗൂഗിൾ ക്രോം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ വീഡിയോസ് വന്നിട്ടുണ്ട്. വീഡിയോസിനകത്ത് നമ്മൾക്ക് ഏത് വീഡിയോ ആണ് എൻഡ് ചെയ്യാനുള്ളത്, എൻഡ് സ്ക്രീൻ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ സെലക്ട് ആക്കുക. ഞാനിപ്പം കൊടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദാണ്ട് ഈ വീഡിയോ ഇനി നമ്മുടെ കൂടെ ഉപ്പ ഇല്ലെന്ന് പറയുന്ന വീഡിയോയ്ക്കാണ് എൻഡ് സ്ക്രീൻ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഏത് വീഡിയോ ആണെന്ന് വെച്ചാൽ ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇങ്ങനെ ഓപ്പൺ ആയി വരും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻഡ് സ്ക്രീൻ. അപ്പം നമ്മൾ ഈ എൻഡ് സ്ക്രീൻ എന്നുള്ളത് ഞെക്കി കൊടുക്കുക. അത് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അപ്പം നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് വീഡിയോ ഇതിന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്. എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു വീഡിയോസ് വേണോ, ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്ലേലിസ്റ്റ് ആൻഡ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ചോദിക്കുന്നുണ്ട്. വൺ വീഡിയോ, ഒരു ലിങ്ക്, ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ചോദിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് വൺ വീഡിയോ, ഒരു പ്ലേലിസ്റ്റ് ചോദിക്കുന്നുണ്ട്. പിന്നെ രണ്ട് വീഡിയോ, ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഒരു വീഡിയോ, ഒരു പ്ലേലിസ്റ്റ്, ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ചോദിക്കുന്നുണ്ട്. രണ്ട് വീഡിയോസും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും കൊടുക്കാം. അപ്പം ഞാൻ സാധാരണ കൊടുക്കുന്നത് രണ്ട് വീഡിയോയും ഒരു സബ്സ്ക്രൈബ് ബട്ടണുമാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ എൻഡ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള എൻഡ് സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും കൊണ്ട് നമ്മുടെ എൻഡ് സ്ക്രീൻ ക്രിയേറ്റ് ആവുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഏത് സ്ക്രീനിലാണ് ആദ്യത്തെ വീഡിയോ കൊടുക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഫസ്റ്റ് വീഡിയോയ്ക്കുള്ള സെലക്ഷൻ ആയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പം ഈ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗാലറിയിൽ ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങളിനി ഷോർട്സ് വീഡിയോസാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടൈറ്റിലാണോ കൊടുത്തേക്കുന്നത് ആ ടൈറ്റിൽ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഇതിനകത്ത് തന്നെ കാണുന്നുണ്ടാവും. അതിൽ നിന്ന് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തെടുക്കുക. ഞാൻ എൻ്റെ ചോക്ലേറ്റിൻ്റെ വീഡിയോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്ക്രീനിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മറ്റേ വീഡിയോയും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മുടെ എൻ്റെ സ്ക്രീനിൽ കിടക്കുന്ന സ്ക്രീൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം സ്ക്രീൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞവിടെ ലാസ്റ്റ് ഓപ്ഷൻ ഞെക്കി കൊടുക്കുക. അതിനകത്ത് നമ്മുടെ കുറേ വീഡിയോസ് വന്ന് കിടപ്പുണ്ട്.
അപ്പോൾ രണ്ടാമത്തതും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 വീഡിയോയും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നാക്കി കൊടുക്കുക. കണ്ട ഞാൻ രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മേളിലും ഒന്നും താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻ്റെ സ്ക്രീൻ ഒന്ന് ഓടിച്ച് നോക്കണമെങ്കിൽ ഓടിച്ച് നോക്കാം കേട്ടോ. എങ്ങോട്ടാണ് എൻ്റെ സ്ക്രീൻ വേണ്ടുന്നത്, ഏറ്റവും ലാസ്റ്റ് ആണോ അതോ ഇവിടെ ഭാഗത്താണ് വേണ്ടുന്നത്, എവിടെയാണെന്ന് വെച്ചാൽ ഈ സ്ക്രീനിൻ്റെ ഈ ലൈൻസ് ഒന്ന് വലിച്ചു കൊടുത്താൽ അവിടെ വന്ന് നമ്മുടെ എൻ്റെ സ്ക്രീൻ നിൽക്കും. അന്നേരം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. താരിക്ക് ശബരിമലയ്ക്ക് പോകണം ചോദിച്ചടാ. പനമരം. അങ്ങനെ നമ്മുടെ എൻഡ് സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പം ഇതിവിടെയാണ് ഞാൻ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ എൻഡ് സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതാ 2 എൻഡ് സ്ക്രീനും 1 സബ്സ്ക്രൈബ് ബട്ടണുമാണ് വെച്ചിരിക്കണേ. ഇത് വെക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം നമ്മുടെ വീഡിയോ എൻഡിൽ നമുക്ക് കാണുമ്പോൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമ്മുടെ ചാനലിൽ പോകേണ്ട കാര്യമില്ല. നേരിട്ട് അതിലോട്ട് ഞെക്കി കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു സേവ് ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ഞെക്കി കൊടുക്കുക. അപ്പം നമ്മുടെ എൻഡ് സ്ക്രീൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എൻഡ് സ്ക്രീൻ വർക്കായത് നോക്കണ്ടേ. അപ്പോൾ ഇതുപോണക്ക് തന്നെ ദാണ്ട എൻഡ് സ്ക്രീൻ വർക്ക് ആവുന്നുണ്ടോ നമുക്ക് ഒന്ന് നോക്കാം. അതിനുവേണ്ടി അത് മിനിമൈസ് ചെയ്ത് കളയുക. പിന്നെ നമ്മൾ യൂട്യൂബിൽ വരിക കേട്ടോ. നമ്മുടെ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എൻഡ് സ്ക്രീൻ വന്നോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനൽ ഓപ്പൺ ആക്കുക. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇത് വരും. അതിനകത്ത് നമ്മൾ പബ്ലിക് ആക്കിയേക്കണ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ സെലക്ട് ചെയ്ത് നോക്കുക. ഞാൻ ഈ ഉപ്പാൻ്റെ വീഡിയോ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉണ്ട് എനിക്ക്. നമ്മൾ ഫുൾ എന്താ നെല്ല്. ഞങ്ങൾക്ക് നെല്ല് കിട്ടി ഗൈസ്. പനമരം കണിയാൻ പറ്റ നമ്മൾ നിൽക്കണേ. അപ്പം നേരെ നമ്മുടെ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. അതിലേതിലും ഒന്നിൽ ഞെക്കിക്കഴിഞ്ഞാൽ വേറെ നമ്മുടെ വീഡിയോയിലോട്ട് വരും കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. നേരെ ഞാൻ അതിലൊന്ന് ടച്ച് ചെയ്തപ്പം തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് വീഡിയോയ്ക്കകത്ത് വിടാം, ഷോർട്ട് വീഡിയോയ്ക്കകത്ത് വിടാം കേട്ടോ. ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. എനിക്ക് വേറെ ഫോൺ ഇല്ലാത്തതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് വ്യൂവേഴ്സിനെ കൂട്ടാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, എൻ്റെ സ്ക്രീൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോലെ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് എൻ്റെ ഷോർട്ടിലോ ലോങ് വീഡിയോയിലോ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വീഡിയോ എങ്ങനെയുള്ളത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലെയുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.